CPM സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന ദിവസം കൊല്ലത്ത് നടന്നത് തിരഞ്ഞുപിടിച്ചുള്ള കൂട്ടക്കൊലകളും കൂട്ടപ്രമോഷനുകളുമായിരുന്നു. പലരും പദവികൾ നിലനിർത്തിയതും സ്ഥാനക്കയറ്റം നേടിയതും പുതുതായി ഇരിപ്പിടം പിടിച്ചതും മുഖ്യമന്ത്രിയുടെയും മകന്റെയും നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയാണെന്ന് വിലയിരുത്തപ്പെടുന്നു. കണ്ണൂർ രാഷ്ട്രീയത്തിലെ ആൾദൈവമായി കരുതപ്പെട്ടിരുന്ന P. ജയരാജൻ സ്വർണമരമായിട്ടും അപകടകരമാം വിധം പുരയ്ക്കുമീതെ പാഞ്ഞതുകൊണ്ടാണ് വെട്ടിമാറ്റേണ്ടി വന്നതെന്നാണ് നേതൃത്വത്തിന്റെ ന്യായീകരണം. 3 ജയരാജന്മാരിൽ ഏറ്റവും ഇളയവനായ MV ജയരാജൻ മുതിർന്ന ജയരാജനായ EP-ക്കൊപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇരിപ്പിടം നേടിയതിൽ P. ജയരാജന് പ്രത്യക്ഷത്തിലും EP ജയരാജന് പരോക്ഷമായും പ്രഹരമായി തീർന്നു. പിണറായിയോടും കുടുംബത്തോടും കാണിച്ച കൂറിനുള്ള വിശ്വസ്ത പതക്കമാണ് MV ജയരാജന്റെ സ്ഥാനലബ്ധി. കണ്ണൂരിലെ വീണപ്പൂക്കളുടെ എണ്ണം ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. മുൻ MLA ജെയിംസ് മാത്യു സുകന്യ ദമ്പതികളുടെ കൂട്ടത്തിരസ്കാരം ചെന്താമരയുടെ കൂട്ടക്കൊലയേക്കാൾ ക്രൂരമായിരുന്നു. സുകന്യയെ തഴഞ്ഞതിന്റെ കാഠിന്യം കുറയ്ക്കാനാണ് ജെയിംസ് മാത്യു സ്വയമേധയാ സ്ഥാനത്യാഗം ചെയ്തതെന്നാണ് പ്രചരണം. വർഷങ്ങളായി P. ശശിയുടെ വിദ്വേഷമാണ് മുൻ MLA CKP പത്മനാഭനെ കൊല്ലം കാണാൻ പറ്റാത്ത വിധം ഇല്ലത്തു തന്നെ ഇരുത്തിയത്. പ്രായവും ഊഴവും അനുകൂലമായിട്ടും വയനാട്ടിൽ ഗഗാറിനിൽ നിന്നും പകുതി ദൂരം പിന്നിട്ടപ്പോൾ ജില്ലാ സെക്രട്ടറി എന്ന ബാറ്റൺ തിരിച്ചു വാങ്ങി. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലേക്കുള്ള വാതിൽ കൊട്ടിയടയ്ക്കുകയും ചെയ്തിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടറിയിലേക്ക് എത്താനുള്ള സർവ്വയോഗ്യതയുമുള്ള കോഴിക്കോട്ടെ A. പ്രദീപ് കുമാറിന്റെ സെക്രട്ടേറിയറ്റ് പ്രവേശനവും തടഞ്ഞത് മന്ത്രി റിയാസ് തന്നെയായിരുന്നു. TP ചന്ദ്രശേഖരന്റെ ഉറ്റ സുഹൃത്തായിരുന്നു പ്രദീപ് കുമാർ. TP വധിക്കപ്പെട്ട കടുത്ത പ്രതിസന്ധിയിൽ പാർട്ടിക്കൊപ്പം നിന്നയാളാണ്. ആശിച്ച പദവികളിൽ ഇളം തലമുറക്കാരെയും വിശ്വസ്തരെയും തിരികെ കയറ്റിയപ്പോൾ പ്രദീപിന് സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ അനാരോഗ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണന്റെ സേവനം പാർട്ടി വേണ്ടെന്ന് വെച്ചത്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാവാൻ ശ്രമിച്ച് നീലപ്പെട്ടി പോലുള്ള പൊറാട്ട് നാടകങ്ങൾ കളിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ പരിഹാസനാക്കിയതിന്റെ ശിക്ഷയാണ് MB രാജേഷിന് കൊതിച്ച പദവികൾ തട്ടിത്തെറിപ്പിച്ചത്. മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പ്രായപരിധിയുടെ പേരിൽ പുറത്താണെങ്കിലും പാർട്ടി നടപടിയെ അംഗീകരിക്കുന്നു. സ്ഥാനമൊഴിയുന്നവരുടെ സേവനങ്ങൾ പാർട്ടി ഉപയോഗപ്പെടുത്തണമെന്നാണ് ബാലന്റെ അന്ത്യാഭിലാഷം. മലബാറിലെ പരാതികളും അസംതൃപ്തികളും വ്യാപകമായതുപോലെ തെക്കൻ ജില്ലകളിലും സമാനമാണ് അവസ്ഥ. മറ്റുള്ളവർ മോങ്ങിക്കൊണ്ടാണ് പ്രതിഷേധം അറിയിക്കുന്നതെങ്കിൽ പത്തനംതിട്ടയിലെ പത്മകുമാർ ഗർജിച്ചുകൊണ്ട് നേതൃത്വത്തെ വെല്ലുവിളിച്ചു. സ്ഥാനമൊഴിഞ്ഞ ജില്ലാ സെക്രട്ടറി ഉദയഭാനു സ്ഥാനമൊന്നുമില്ലാതെ അസ്തമയ സൂര്യന്റെ മട്ടിലാണ്. ആലപ്പുഴയിൽ G. സുധാകരനെ സമ്പൂർണമായും പാർട്ടിക്ക് അപമതനാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ജില്ലയിൽ ഇല്ലാതായി തീർന്നിരിക്കുന്ന VS പക്ഷത്തിന്റെ ശവക്കലറകൾ ഓർമ്മപ്പെടുത്തുന്നത് പിണറായി VS ഗ്രൂപ്പ് വഴക്കിൽ പിണറായി പക്ഷത്തിന് പടയൊരുക്കിയ നേതാവായിരുന്നു G. സുധാകരൻ. രക്തസാക്ഷി കുടുംബത്തിലെ അംഗമാണ്. 1977 കൊല്ലപ്പെട്ട SFI നേതാവ് G. ഭുവനേശ്വരൻ സുധാകരന്റെ സഹോദരനാണ്. പരിഗണിക്കാൻ യോഗ്യതകൾ ഏറെയുണ്ടായിട്ടും സുധാകരനെ അവഗണിക്കുകയായിരുന്നു നേതൃത്വം. കോട്ടയം ജില്ലയിൽ പിണറായി സജീവ സാന്നിധ്യം ഉറപ്പിച്ചപ്പോൾ പലരും പോരിനില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. സ്വന്തം ഗ്ലാമർ കൊണ്ട് CPM-ന് എത്തിപ്പെടാൻ സാധിക്കാത്ത കോട്ടയത്തിന്റെ കോട്ടക്കൊത്തളങ്ങളുടെ ഉയരം ചാടിക്കടന്നവനായിരുന്നു സുരേഷ് കുറുപ്പ്. 3 തവണ കോട്ടയത്തും 2 തവണ ഏറ്റുമാനൂരിൽ നിയമസഭാ സീറ്റിൽ നിന്നും വിജയിച്ച സുരേഷ് കുറുപ്പ് മന്ത്രിയാകുമെന്ന് മിക്കവരും ധരിച്ചു. വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് മുരട സ്വഭാവക്കാരനല്ലാത്തതുകൊണ്ട് അദ്ദേഹം മന്ത്രിയായില്ല. ഇപ്പോൾ ഒരു പാർട്ടിയുടെ ഒരു പദവിയും കുറുപ്പിനില്ലാതായി തീർന്നിരിക്കുന്നു. അതേസമയം CPM വിട്ട് കുറെ കാലം MV രാഘവന്റെ CMP-യിൽ പ്രവർത്തിച്ച മറ്റൊരാൾ കുറുപ്പിനെ പിന്നിലാക്കി സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം പിടിച്ചിരിക്കുന്നു. കോട്ടയത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് സുരേഷ് കുറുപ്പ് മാഞ്ഞു പോവുകയാണ്. പുറന്തള്ളിയവരുടെ അടുത്ത വിലാപം തിരുവനന്തപുരത്ത് നിന്ന് കടകംപള്ളി സുരേന്ദ്രന്റേതാണ്. സമകാലികരായ ശിവൻകുട്ടിക്കും S. കർമ്മകം സ്ഥാനക്കയറ്റം ലഭിക്കാതെ പോയത് അനാരോഗ്യം മൂലമാണെങ്കിൽ കടകംപള്ളിക്ക് വിനയായത് മുഹമ്മദ് റിയാസുമായുള്ള വാക്കുതർക്കമായിരുന്നു. 1997 പാർട്ടി സംസ്ഥാന സമ്മേളന സദസ്സിൽ നിന്ന് സരോജിനി ബാലാനന്ദനെ പ്രതിനിധിയില്ല എന്ന് പറഞ്ഞ് പിടിച്ചു പുറത്താക്കിയതിന് സമാനമായിരുന്നു കോർ കമ്മിറ്റി അംഗം PK ശ്രീമതിക്കും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് സൂസൻ കോടി S. സുകന്യ എന്നിവരുടെ പുറന്തള്ളൽ. ഈ സ്ത്രീകളുടെ കണ്ണീർ പുഴയും കടന്നു പോകുമ്പോൾ മറ്റ് 2 സ്ത്രീകളുടെ പൊട്ടിച്ചിരികളും വളകിലുക്കവും കേൾക്കുന്നു. കേവലം 9 വർഷത്തെ പ്രവർത്തനം കൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തിയ R. ബിന്ദുവിന്റെയും വീണ ജോർജിന്റെയും സ്ഥാനക്കയറ്റം പലരെയും ചൊടിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ DYFI അഖിലേന്ത്യാ പ്രസിഡന്റായ AA റഹീമിനെയും പാർട്ടി സമ്പൂർണമായി തഴഞ്ഞിരിക്കുകയാണ്. റഹീം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. ഇല്ലാത്ത കാര്യങ്ങളിലും വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങളിലും പാർട്ടിയുടെ നാവായി സജീവമായി നിലകൊണ്ട റഹീം ഒടുവിൽ റിയാസിന്റെ അജണ്ടകൾക്ക് മുൻപിൽ കറിവേപ്പില ആയോ എന്ന സംശയമാണ് പലരും ഉയർത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഒരാളെ പോലും സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിച്ചിട്ടില്ല. റഹീമിനെ ഏതെങ്കിലും തരത്തിൽ ഉൾപ്പെടുത്തുമെന്ന ചർച്ചകൾ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും റിയാസിന്റെ താൻ മാത്രം മതിയെന്ന ചിന്തയ്ക്ക് മുൻപിൽ റഹീമിനെ ഒതുക്കിയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്.